സ്വാതന്ത്ര്യ സമരത്തിൽ വീര സവർക്കറുടെ പങ്ക് വ്യക്തമാക്കുന്ന ചോദ്യത്തിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ന്യായീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടിയാണെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഫ്രീഡം ക്വിസ് പരിപാടിയുടെ ചോദ്യാവലിയിൽ ഒരു ചരിത്ര സത്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ അധ്യാപകനെ വേട്ടയാടുന്നതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഇതിനിടെയാണ് മന്ത്രിയുടെ ന്യായീകരണം. ആദ്യം അദ്ദേഹത്തിന്റെ വാദത്തിലേക്ക്. ഈ ചോദ്യം തയ്യാറാക്കുകയും അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആൾക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ നടപടിയുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് എൻ ശംസുദ്ദീൻ ആണോ? എന്നാൽ അദ്ദേഹം ന്യായീകരിച്ചിരിക്കും, കാരണം അതിന് ചില കാര്യങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു ചരിത്ര സത്യം വിളിച്ചു പറഞ്ഞ അധ്യാപകനെയാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഡ് ചെയ്തുകൊണ്ട് അനീതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്? എന്ത് ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് എൻ ശംസുദ്ദീൻ ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നത്? നോക്കൂ അശ്വതി, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കാസർഗോഡ് ജില്ലയിലെ ഈ അധ്യാപകർ ചേർന്ന് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. ഈ ചോദ്യപേപ്പറിൽ ഈ അധ്യാപകർ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും അധികം ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആര് എന്നായിരുന്നു ചോദ്യം. അതിനുത്തരം VD സവർക്കർ എന്ന് തന്നെയായിരുന്നു. ഈ ചോദ്യവും ഉത്തരവും കൃത്യവും വ്യക്തവുമാണ്. അതിൽ മറ്റ് തെറ്റുകളോ തിരുത്തലുകളോ ഇല്ല എന്നുള്ളതാണ്. ഈ സാഹചര്യം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എൻ ശംസുദ്ദീൻ ഈ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ ഇത് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള ഒരു പ്രതികാര നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എൻ ശംസുദ്ദീൻ ഒരു ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത് വെറും പ്രാഥമികമായ നടപടി മാത്രമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു സസ്പെൻഷനിൽ ഒതുങ്ങില്ല, മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചന കൂടി ഈ ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും എന്ന് പറയുന്നുണ്ട്. പ്രാദേശികമായി തയ്യാറാക്കിയ ചോദ്യാവലിയാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ അധ്യാപകർ വ്യക്തിപരമായ ആശയങ്ങളും രാഷ്ട്രീയവും പ്രചരിപ്പിക്കുന്ന വേദിയായി വിദ്യാഭ്യാസ മേഖലയെ മാറ്റരുത് എന്നൊക്കെയുള്ള വാദങ്ങളാണ് മന്ത്രി എൻ ശംസുദ്ദീൻ നിരത്തുന്നത്. അതിൽ കൃത്യമായി തന്നെ അധ്യാപകരുടെ ഭാഗത്ത് ശരിയുണ്ട്. അവർക്ക് അവരുടെ വാദം ന്യായീകരിക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ സസ്പെൻഷനെതിരെ കോടതിയിൽ പോയാൽ കൃത്യമായ അധ്യാപകർക്ക് ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നതിലേക്കും ഈ നടപടി എടുത്തവർക്കെതിരെ കോടതി നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കടക്കാനും സാധ്യതയുണ്ട്. അശ്വതി, ശരി, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വളരെ നൈസായിട്ട് ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ മന്ത്രി എൻ ശംസുദ്ദീൻ ഇപ്പോൾ തയ്യാറാകുന്നത്. ഒരുപക്ഷെ VD സവർക്കർക്ക് പകരം മുഹമ്മദ് അലി ജിന്നയെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനും കൈയടിച്ചേനെ. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും.